മാത്യു കുഴൽനാടൻ MLA-ക്കെതിരെ റവന്യൂ വകുപ്പ് കേസെടുത്തു. സർക്കാർ ഭൂമി കയ്യേറിയതിനാണ് കേസ്. സന്ദീപ് രാജാക്കാടുണ്ട്. സാർ, സന്ദീപ്, ഇതിപ്പം നടപടികൾ വളരെ വേഗത്തിൽ നീങ്ങുന്നു എന്ന് തന്നെ മനസ്സിലാക്കണം. ഏതാണ്ട് 50 സെന്റ് ഭൂമി അനധികൃതമായി കൈവശം വെച്ചിരിക്കുന്നു മാത്യു കുഴൽനാടൻ എന്നുള്ളത് വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നു. അതിനുശേഷം പിന്നെ റവന്യൂ ആ ഭൂമി ആളെന്ന് തിട്ടപ്പെടുത്തിയിട്ടുണ്ട്. എന്തൊക്കെയാണ് പുതിയ നടപടികൾ? തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. വളരെ വേഗത്തിൽ തന്നെ നടപടികളുമായി റവന്യൂ വകുപ്പ് മുമ്പോട്ട് പോകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് വിജിലൻസിന്റെ റിപ്പോർട്ട് കിട്ടി. ആ റിപ്പോർട്ട് അപ്പോൾ തന്നെ കളക്ടർക്ക് കൊടുത്തു. കളക്ടർ അന്ന് തന്നെ തുടർ നടപടികൾക്ക് നിർദ്ദേശം നൽകി. അതിന്റെ അടിസ്ഥാനത്തിൽ മറ്റ് നിയമപരമായ കാര്യങ്ങളിലേക്ക് കടന്നു. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ഈ നിയമപരമായ നടപടികൾ ആരംഭിക്കുന്നതിന്റെ പ്രാഥമിക ഘട്ടം എന്ന നിലയിൽ മാത്യു കുഴൽനാടന്റെ കേസ് ബുക്ക് ചെയ്ത് LC കേസ് ബുക്ക് ചെയ്യുക എന്നാണ് പറയുക. ആ കേസ് എടുത്തതിന് ശേഷം ഇപ്പോൾ മാത്യു കുഴൽനാടന് ഹിയറിംഗിന് ഹാജരാകാൻ വേണ്ടി റവന്യൂ വകുപ്പ് നോട്ടീസും നൽകിയിട്ടുണ്ട്. ഈ ഹിയറിംഗ് നടത്തിയതിന് ശേഷം മാത്യു കുഴൽനാടന് ഏതെങ്കിലും തരത്തിലുള്ള ആക്ഷേപമുണ്ടെങ്കിൽ അത് ബോധിപ്പിക്കാം. ഒപ്പം തന്നെ ഏതെങ്കിലും തരത്തിലുള്ള രേഖകൾ ഉണ്ടായെങ്കിൽ ആ രേഖകൾ കൂടി റവന്യൂ വകുപ്പിന് മുന്നിൽ ഹാജരാക്കാം. എന്നാൽ അത്തരം രേഖകളൊന്നും ഹാജരാക്കുവാൻ കഴിഞ്ഞിട്ടില്ല. ഇത് ബോധ്യപ്പെടുത്തുവാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ബോർഡ് സ്ഥാപിച്ച് സ്ഥലം ഏറ്റെടുക്കുന്ന നടപടികളിലേക്ക് റവന്യൂ വകുപ്പ് പോകും. അതിന്റെ ആദ്യ ഘട്ടമാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായിരുന്നാലും മാത്യു കുഴൽനാടൻ ഈ കേസ് എടുത്തതിന് ശേഷം അന്ന് മാധ്യമങ്ങളെ വിളിച്ച് അവിടെ നേരിട്ട് നിർത്തി ദൃശ്യങ്ങളടക്കം കാണിച്ചു തന്ന് വ്യക്തമാക്കിയിരുന്നത് താൻ 1 ഇഞ്ച് ഭൂമി പോലും കയ്യേറിയിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ റവന്യൂ വകുപ്പ് അത് തള്ളുകയാണ്. 50 സെന്റ് ഭൂമി, സർക്കാർ ഭൂമി, മാത്യു കുഴൽനാടന്റെ ഭൂമിയുമായി ബന്ധപ്പെട്ട് അനധികൃതമായി കൈവശം വെച്ചിട്ടുണ്ട്. അത് ഏറ്റെടുക്കുക എന്ന നടപടികളിലേക്കാണ് റവന്യൂ വകുപ്പ് പോകുന്നത്. ഈ വാദഗതികളെ ഒന്നും തന്നെ അംഗീകരിക്കുന്നില്ല. അതോടൊപ്പം തന്നെ കൃത്യമായ തെളിവുകൾ നിരത്തി അതിന് മുൻപിൽ ഹാജരാകുവാൻ കഴിഞ്ഞാൽ മാത്രമേ മാത്യു കുഴൽനാടന് ഈ നടപടികളിൽ നിന്ന് ഒഴിവാകുവാൻ കഴിയൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായിരുന്നാലും റവന്യൂ വകുപ്പ് അതിവേഗത്തിലാണ് ഈ കാര്യങ്ങൾ, കുഴൽനാടന്റെ ഈ കാര്യങ്ങളുമായി മുമ്പോട്ട് പോകുന്നത്. 26-ാം തീയതി തന്നെ LC കേസ് ബുക്ക് ചെയ്തു എന്നാണ് നമ്മൾ വില്ലേജ് ഓഫീസറുമായി വ്യക്തമാണ്. സന്ദീപ് രാജാക്കാടാണ് വിശദാംശങ്ങൾ നൽകുന്നത്. മാത്യു കുഴൽനാടനെതിരെ റവന്യൂ വകുപ്പ് കേസെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്.